ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക കിച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പാവയ്ക്ക കൊത്തി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 25 ഗ്രാം പച്ചമുളക് അതും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു മുറി തേങ്ങ അരച്ചെടുത്തത്, ഒരു ചെറിയ തേങ്ങേൻ്റെ ഒരു മുറി തേങ്ങ, പിന്നെ വേണ്ടത് 250 ml തൈര്, പിന്നെ വേണ്ടത് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ആവശ്യത്തിന് എടുക്കുക, 50. പിന്നെ ഉപ്പ്, കറിവേപ്പില, കടുക്, ഇതൊക്കെ താളിക്കാൻ ആവശ്യമുള്ളതാണ്. അതിന് തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ച് തോനെ ഒഴിക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഈ പാവയ്ക്കയും ഈ പച്ചമുളകും നല്ല ചുവപ്പ് നിറമായിട്ട് വറുത്ത് കൊള്ളണം. അപ്പോൾ അതിനകത്തുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ പാവയ്ക്ക നന്നായി കഴുകി ഊറ്റി വെള്ളമില്ലാതെ വെള്ളം വാർത്ത് വെക്കണം. രണ്ടും കൂടിയാണ് ഇട്ടിട്ട് ചുവപ്പ് നിറം വരെ വാർക്കണം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട്, ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇത്തിരി ഉണ്ട് മുക്കാൻ. കൈപ്പക്കി ഈ പച്ചമുളകും കൂടി ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണെങ്കിൽ തൈര് അരച്ച തേങ്ങയിൽ കലക്കി ഇതിലൊഴിക്കാം. അരച്ച തേങ്ങയിലേക്ക് ഈ തൈര് 250 ml തൈര് നമ്മൾ കലക്കുക. ഇത് കലക്കിയിട്ട് ഈ മൂത്ത് കിടക്കുന്ന പാവയ്ക്കയിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം കടുക്, ഉലുവ, കറിവേപ്പില എല്ലാം കൂടി താളിക്കുക. ഉപ്പ്, നമ്മളെ കടുക്, ഉലുവ ഇതിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ട് ചെടിയിലിടുക. വറവ്, കടുക്, കിച്ചടി ശരിയായി. ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇപ്പം ഞാനെടുത്ത ഈ സാധനം 1 കിലോ പാവയ്ക്കാണ് എടുക്കുന്നത് വെച്ചാൽ 1 ലിറ്റർ തൈര് വേണം, 200 മില്ലി വെളിച്ചെണ്ണ വേണം, ഒക്കെ ഇരട്ടി വേണം, ഒരു തേങ്ങ വേണം, എല്ലാം വേണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. താങ്ക് യു.